ദേശാഭിമാനി മുഖപ്രസംഗം 2026 ജൂൺ 3. സർവം ഡീൽ. തന്റെ പുറകെ ഓടുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ കള്ളന്മാർ പയറ്റുന്ന ഒരടവുണ്ട്. തഞ്ചത്തിൽ ആൾക്കൂട്ടത്തിലേക്ക് കയറി ഇരുട്ടിലേക്ക് വിരൽ ചൂണ്ടി അതാ കള്ളനെന്ന് ആർത്തു വിളിച്ച് രക്ഷപ്പെടുക. ഈ തസ്കര തന്ത്രമാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലുടനീളം നടപ്പാക്കിയത്. സംഘപരിവാറിനെ എക്കാലവും നിർഭയം എതിരിട്ട ഉജ്ജ്വല ചരിത്രമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം BJPയുമായി ഡീൽ ഉണ്ടാക്കിയെന്ന പച്ചക്കള്ളം നിർലജ്ജം പ്രചരിപ്പിച്ച് അതുവഴി വലിയ വിഭാഗം ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ആ കള്ളപ്രചാരണത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് UDFന്റെ വിജയം. രാജ്യം കടന്നുപോയ എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമായി നാണമില്ലാതെ കൈകോർത്ത പഠിച്ച കള്ളന്മാരാണ് കോൺഗ്രസ് എന്ന വസ്തുത മറയ്ക്കാനാണ് CPIഎമ്മിനെയും LDFനെയും തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യാളുകളാക്കി ചിത്രീകരിച്ചത്. പട്ടാമ്പിയിലും ബേപ്പൂരിലും വടകരയിലുമൊക്കെ കോലീബി സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മായാത്ത കറയായി എന്നുമുണ്ടാകും. പിന്നീട് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായും രഹസ്യമായും BJPയുമായി അവർ കൈകോർത്തു. ഇപ്പോഴിതാ അതിന്റെ തുടർച്ചയെന്നോണം ഡീലുകളുടെ മഹാപരമ്പര തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. സംഘപരിവാർ നേതാവായ അധ്യാപകൻ മാവോത്ത് ദുരൈപാണ്ഡിയെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി UDF സർക്കാർ ഒത്തുകളിച്ചു. വോട്ട് എണ്ണും മുൻപേ അദാനി ഗ്രൂപ്പ് ഒരുക്കിയ സാഫ്രൺ സ്ട്രോക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചാർട്ടേഡ് വിമാനത്തിൽ കൊച്ചിയിൽ നിന്ന് മംഗളൂരുവിലെത്തി NDA നേതാക്കളുമായി ചർച്ച നടത്തിയ ആളാണ് VD സതീശൻ. BJP പിന്തുണയോടെ MLC-ആയ BM ഫാറൂഖിന്റെ വീട്ടിലെത്തിയ സതീശൻ അവിടെ ഫാറൂഖുമായും JDS നേതാവ് മൊയ്തീൻ ബാവയുമായും കൂടിക്കാഴ്ച നടത്തി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത റജികുമാറും സതീശനൊപ്പം ഉണ്ടായിരുന്നു. കൂടിക്കാഴ്ചയിൽ അദാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇതിനു പുറകെയാണ് തുറമുഖ വകുപ്പ് മറ്റാർക്കും നൽകാതെ സതീശൻ പിടിച്ചുവാങ്ങിയത്. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ മറവിൽ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസുകൾ ഒഴിവാക്കിയതിനെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചിട്ട് അധിക നാളാകും മുൻപേ ആയിരുന്നു സതീശന്റെ സന്ദർശനം. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം ശിരസ വഹിക്കുകയും ചെയ്തു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വരി പോലും UDF സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, ചൊവ്വാഴ്ച നിയമസഭയിൽ വിലക്കയറ്റം സംബന്ധിച്ച് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചപ്പോൾ മുഖ്യമന്ത്രി സതീശൻ നടത്തിയ പ്രസംഗത്തിൽ വിലക്കയറ്റത്തിന് ഇടയാക്കുന്ന കേന്ദ്ര നയങ്ങളെക്കുറിച്ച് പരാമർശമൊന്നും ഉണ്ടായില്ല. BJP സീൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് ഇറക്കുകയും മോദി സർക്കാരിന്റെ ആജ്ഞപ്രകാരം SIR നടപ്പാക്കുകയും ചെയ്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് VD സതീശന്റെ സെക്രട്ടറി എന്നതും യാദൃച്ഛികമല്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള PM ശ്രീ പദ്ധതി UDF സർക്കാർ നടപ്പാക്കാൻ പോകുന്നുവെന്നും ഉറപ്പായിരിക്കുന്നു. സർക്കാർ തലത്തിൽ ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങി. പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ 1065.59 കോടി രൂപയാണ് നിലവിൽ കേന്ദ്രം തടഞ്ഞുവച്ചിരിക്കുന്നത്. കേന്ദ്രം അനുവദിക്കേണ്ട തുക മുൻകൂർ അനുവദിച്ചാണ് LDF സർക്കാർ പ്രതിസന്ധി മറികടന്നത്. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നതിന് പിന്നാലെ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി കത്തയച്ചിരുന്നു. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതി അടിമുടി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. VD സതീശന്റെയും UDFന്റെയും BJP ഡീൽ വെറുമൊരു രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയാനാകില്ല. കേരളത്തെ BJPയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢശ്രമമാണിത്. അതിന്റെ ഭാഗമാണ് NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ച. നേരത്തെ തുഷാറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി VD സതീശൻ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു.